പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ സ്വർണപ്പാളികൾ മാറ്റിയെ ശാസ്താവിന്തനമൂറ്റിയെ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണേ അയ്യപ്പ. എനിക്ക് പാടാൻ അറിയാവുന്നത് കൊണ്ടോ ഞാൻ പാടിയത് നന്നായതുകൊണ്ടോ ഒന്നും പാടിയതല്ല. ഇനി 3.5 കോടി മലയാളികളിൽ ഞാൻ കൂടെ പാടാൻ ഈ പാട്ട് ബാക്കിയുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം പാടിയതാണ്. ഒരു പാട്ട് ഒരു സർക്കാരിനെ ഇത്രമാത്രം അസ്വസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പാട്ട് പാടുക തന്നെയാണല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ളയെ പറ്റി പറയുന്നത് ശബരിമലയിൽ ഇവർ സ്വർണ്ണക്കൊള്ള നടത്തിയെന്നാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശബരിമലയിൽ വരെ ഇവർ കൊള്ള നടത്തി എന്നാണ്. കാരണം എല്ലാ സാധാരണ മനുഷ്യന്മാർക്കും വലിയ ഭയവും ഭക്തിയും ബഹുമാനവും ഒക്കെ ഉള്ളതാണ് ഈശ്വര സങ്കല്പങ്ങൾ. അത് ഏത് മതത്തിന്റെ തന്നെ ആയിക്കോട്ടെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ ഈശ്വര സങ്കല്പത്തെ കൊള്ളയടിച്ച സർക്കാർ, ആ സർക്കാരിന് വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊള്ളയടിക്കുവാനോ, കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും ശ്വാസം കിട്ടുവാൻ വേണ്ടി ശ്വാസം മുട്ടി നടന്ന കാലത്ത് കോവിഡ് മറയാക്കി കൊള്ളയടിക്കുവാനോ ഒക്കെ മനസ്സ് കാണിച്ചതിനകത്ത് എനിക്ക് യാതൊരു വിധമായ അത്ഭുതവുമില്ല. കേരളത്തിൻ്റെയോ ഇന്ത്യയുടേതോ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് നമ്മുടെ ശബരിമല. ഒരയ്യപ്പ വിശ്വാസി 41 ദിവസത്തെ അതികഠിനമായ വ്രതം നോറ്റ് കാനനപാതയിലൂടെ കല്ലും മുള്ളും താണ്ടി കരിമലയും നീലിമലയും അടക്കമുള്ള 18 മലകൾ താണ്ടി 18 മലകളുടെ അധിപനായ അയ്യപ്പനെ തൊഴുതു വണങ്ങുവാൻ 18 പടികൾ കടന്ന് ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും കാണുന്നത് അയ്യപ്പനെയാണ് എങ്കിൽ, ആ പടി കടന്നെത്തുന്ന ഒരു CPM-ന്റെ നേതാവ് കാണുന്നത് ആ അയ്യപ്പനിൽ പൊതിഞ്ഞിരിക്കുന്ന തങ്കത്തിന്റെ തൂക്കമാണ് എന്ന് ഈ ദിവസങ്ങൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, ശ്രീകോവിലിന് പുറത്ത് ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ടാകാറുണ്ട്. അകത്തിരിക്കുന്ന മൂർത്തിക്ക് കാവൽ നിൽക്കുന്നു എന്നതാണ് ദ്വാരപാലക ശില്പങ്ങളുടെ സങ്കല്പം. അതായത് കാവൽക്കാരാണ്. കാവൽക്കാരെ കൊള്ളയടിക്കുക എന്ന് നമ്മൾ അധികം കേട്ടിട്ടില്ല. അങ്ങനെ കൊള്ള നടത്തിയ, ഭഗവാന്റെ കട്ടിളപ്പാളിയിലെ സ്വർണം അടിച്ചു മാറ്റിയ അമ്പലം വിഴുങ്ങികളായ സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ ചെറുതും വലുതുമായ ഒരു വസ്തു പോലും ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന മുൻ ഉത്തരവുണ്ട്. ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കടത്തിയത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ആദ്യമായി കോടതി ഈ വിഷയത്തിനകത്ത് ഇടപെടുന്നത്. 2025 സെപ്റ്റംബർ മാസം 9-ാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് 4.5 കിലോ സ്വർണമാണ് ദ്വാരപാലക ശില്പത്തിൽ നിന്നും മാത്രം ഈ അമ്പലം വിഴുങ്ങികൾ അടിച്ചുമാറ്റി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയിട്ടുള്ള വാർത്തകൾ പിന്നീട് നിറം പിടിപ്പിച്ചത് പോറ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ കടന്നുവരവോട് കൂടിയിട്ടാണ്. പോറ്റിയാണ് സ്വർണ്ണക്കടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഏതോ ഒരു പോറ്റി സ്വർണം കടത്തിയതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കിട്ടിയ ഒരു സംഘം മാധ്യമങ്ങൾ സർക്കാരിനെ സഹായിക്കാനായി പിന്നീടുള്ള ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ മാത്രം സൂക്ഷ്മദർശിനികളുമായി പോയി. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, ആരോടൊപ്പം ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്, അതിനകത്ത് ആരൊക്കെ പ്രതിപക്ഷത്തുള്ള ആളുകളുണ്ട്, അതിനെപ്പറ്റിയായി അന്വേഷണം മുഴുവൻ. അപ്പോൾ